ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അലാറം കേട്ട് എണീക്കുന്ന ഞാൻ ഇന്ന് മഴയുടെ സൗണ്ട് കേട്ടാണ് ഗായ്സ് എണീച്ചത് തന്നെ. കുറേ ദിവസത്തിൽ നിന്ന് ക്ലാസ് ഉണ്ടായ കാരണം എനിക്ക് പോകണോ വേണ്ടി ഒന്ന് ആലോചനയിലായിരുന്നു. പിന്നെ അറ്റൻഡൻസിൻ്റെ കാര്യമോർത്ത് പിന്നെ പോകാമെന്നോർത്ത് റെഡി ആവാൻ വേണ്ടി കയറി. കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയായി. പിന്നെ ചായയൊക്കെ കുടിച്ച് ഇന്ന് പുട്ടും കടലായിരുന്നു ചായക്ക്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ച് നമ്മൾ വേഗം വണ്ടി എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ സ്ഥിരം പോകാനുള്ള ബസ് പോയിട്ടുണ്ടായി. പിന്നെ വേറൊരു ബസ്സൊക്കെ പിടിച്ച് നമ്മൾ പിന്നെ അവിടെ എത്തി. അങ്ങനെ വേഗമൊന്നും എത്തൂല, ഈ ബ്ലോക്കെല്ലാം കഴിഞ്ഞിട്ടാണ് കോളേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാനപ്പോൾ പഠിക്കുന്നത് ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ടയിലാണ്. കോളേജിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അറ്റൻഡൻസ് തരില്ല. 10 മണി ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് ഓടണമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ്. അവിടെ സൂര്യ ടി വിയുടെ എന്തോ ഒരു പരിപാടി നടക്കണ കാരണം വണ്ടിയും ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ക്ലാസ്സിൽ ഇന്ദ്രജ മറ്റേ സെമിനാർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കയറിക്കോന്ന് പറഞ്ഞ് അത് തന്നിരുന്ന അറ്റൻഡൻസ് ഒക്കെ കിട്ടിയിട്ടാ. 10 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് അനസ് പുതിയൊരു സാധനമായിട്ട് ഇറങ്ങി. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതിങ്ങനെ കയ്യിൽ തേച്ചിട്ട് മൂക്കിലേക്ക് ഒരു സ്മെല്ല് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തല വരെ അത് കിട്ടും. പിന്നെ നമ്മൾ തലക്കൊക്കെ ഇട്ടടിച്ച് എവിടെ വരെ ആ സ്മെല്ല് ചെന്നത് നമുക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. പിന്നെ സാന്ദ്രയൊക്കെ കരയണമായിരുന്നു. ഇത് സ്മെല്ല് ചെയ്തതോടുകൂടി സാന്ദ്ര തുള്ളിച്ചാറിന്. അപ്പോഴത്തേക്കും പിന്നെ മിസ്സ് പിടിച്ച്. പക്ഷേ നല്ല രസമായിരുന്നു. തുള്ളിച്ചാടി കരയണതാണ് ഈ സീൻ. പിന്നെ ഞങ്ങൾ ഇതും കൊണ്ട് ഭാഗ്യയുടെ അടുത്ത് പോയി. ഭാഗ്യയുടെ മുക്കിൽ ഇതാക്കി. ഭാഗ്യം വേറെ ക്ലാസ്സിലാണ്. അപ്പോൾ ഭാഗ്യയുടെ അടുത്ത് പോയി ഭാഗ്യക്കും കൊടുത്ത്. അപ്പോൾ ഭാഗ്യവും മന്ദം വിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ബാക്കിലിരിക്കുന്നവരൊക്കെ ഇല്ലേ, അവരൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ്. അവർക്കൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തായിരുന്നു. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് ഉള്ളത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട്. സാന്ദ്രയ്ക്ക് അപ്പോൾ പിന്നെയും ഇഷാൻ്റെ ഒക്കെ അടുത്തത് കിട്ടി. അപ്പോൾ ഇത് സാന്ദ്ര തുള്ളിച്ചാടയിടുന്നു. തലവരെ ഇങ്ങനെ അടിച്ചു കയറുന്ന ഒരുമാതിരി കുത്തണ സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും വേറൊരു ലിപ്സ്റ്റിക് സീരീസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് മേനാട റെഡിയാവൽ ചടങ്ങാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ മേനാനല്ലേ കണ്ടിട്ടുള്ളൂ, ഇത് കണ്ടിട്ടില്ലല്ല. ഇതാണ് നമ്മുടെ ശരിക്കുള്ള മേന. എങ്ങനെയുണ്ട്? ഇത് ഭാഗ്യം, പിന്നെ അതല്ലണ്ട ഞാൻ, പിന്നെ സാന്ദ്ര. അങ്ങനെ കുറച്ച് സ്നാപ്ചാറ്റിൽ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്കത്തെ ഹവർ കഴിഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ക്ലാസ്സിൽ ഞങ്ങൾക്ക് ബ്രേക്ക് ടൈം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഭാഗ്യയുടെ അടുത്തേക്ക് പോകും. പിന്നെ അവിടെ പോയിരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സിലേക്ക് വരുള്ളൂ. മേനയുടെ വേറൊരു വീഡിയോ ഉണ്ട്, ഇതേ കണ്ടോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറാൻ പോയപ്പോഴാണ് സത്യശീലൻ സാറിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. സാർ എനിക്ക് ഈന്തപ്പഴമൊക്കെ തന്നു. ഞാൻ അതൊക്കെ കഴിച്ച് ചുമ്മാ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ സാന്ദ്രയുടെ ചാർജർ എടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സാറിൻ്റെ അവറായി. സാറിന് ഞങ്ങൾ വളരെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ കാണണം ഞങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ, മേന, സെബാൻ, സാന്ദ്ര, അനസും പ്രണവ് അപ്പുറത്തുണ്ട്. പിന്നെ മനുഷ്യരനായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന്. പിന്നെ അവർക്കൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ അവർ ക്ലിയർ ചെയ്യണേന്. അപ്പോഴത്തേക്ക് ആ ഒരു ഏകദേശം കഴിഞ്ഞ്. പിന്നെ അടുത്ത മിസ്സ് വന്ന്. പിന്നെ മിസ്സ് എന്തോ ഒരു ഇത് തന്ന് അതിനെക്കുറിച്ച് നോട്ട്സ് എഴുതിയിട്ട് കൊടുക്കാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിച്ച്. അപ്പം ഞങ്ങൾ നോട്ട്സൊക്കെ എഴുതണമാണ് ഈ കാണുന്നത്. അപ്പം ഇന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മേനാക്ക് ഉറക്കം വന്ന് ഞങ്ങൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. 3:30 ആയപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.